കാശിയേട്ടാ. തൻ്റെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി നുണഞ്ഞു വലിക്കുന്നവനെ അവളൊരു വിറയലോടെ വിളിച്ചു. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദമോ അവളുടെ വിളിയോ കാര്യമാക്കാതെ അവൻ തൻ്റെ പ്രവൃത്തി തുടർന്നു. വീണ്ടും ശബ്ദം കേട്ടതും പാറു അല്പം ബലത്തിൽ തന്നെ അവനെ പിന്നിലേക്ക് തള്ളി. ബേബി. അവളുടെ പ്രവൃത്തിയിൽ അല്പം ഈർഷ്യയോടെ അവൻ വിളിച്ചു. ആരോ ആരോ വന്നു. പാറു ഒരു കിതപ്പോടെ പറഞ്ഞതും അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റ് അവളെയും എഴുന്നേൽപ്പിച്ചിരുത്തി. പക്ഷേ പെട്ടെന്ന് അവളെ നോക്കിയപ്പോൾ അവളൊരു പിടപ്പോടെ മുഖം മാറ്റിക്കളഞ്ഞു. വാട്ട്? അവനൊരു സംശയത്തോടെ ചോദിച്ചു. അത് ഡ്രസ്സ്. അവനെ നോക്കാതെ എങ്ങനെയോ പാറു പറഞ്ഞതും എന്തോ മനസ്സിലായ പോലെ അവൻ തൻ്റെ അരയിലേക്ക് നോക്കി. പിന്നെ ഒരു കള്ളച്ചിരിയോടെ പാറുവിനെ നോക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. മുഖം കുനിച്ചിരിക്കുകയാണെങ്കിലും അവൾക്കറിയാമായിരുന്നു അവൻ്റെ കണ്ണുകൾ തന്നിലായിരിക്കുമെന്ന്. വല്ലാത്ത ചമ്മൽ തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക്. മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് പാറു കാശി ഊരിയെറിഞ്ഞ ദുപ്പട്ട എടുത്ത് പിൻ ചെയ്തു. വീണ്ടും കോളിംഗ് ബെൽ അടിച്ചതും ആരാണെന്ന് നോക്കാൻ കാശി റൂമിൽ നിന്നും പാറുവിനോട് വിളിച്ചു പറഞ്ഞു. അല്പം പരിഭ്രമം തോന്നിയെങ്കിലും പാറു വാതിൽ തുറന്നു. ഒരു സ്ത്രീയായിരുന്നു അത്. പാറുവിനെ കണ്ട് അവരുടെ കണ്ണുകൾ വിടർന്നെങ്കിലും പിന്നെ ഒരു സംശയത്താൽ അത് ചുരുങ്ങുന്നതും പാറു ശ്രദ്ധിച്ചു. നീങ്ക. ബേബി, ഹു ഈസ് ദാറ്റ്? അവളുടെ അരികിലേക്ക് നടന്നുകൊണ്ട് ദേവ് ചോദിച്ചതും മറുപടി പറഞ്ഞത് അവരാണ്. സാർ, നാന്താ. പാറു, ഇത് ശാന്തി. ഇവിടെ കുക്കിങ്ങിനൊക്കെ ഇവരാണ്. ഇന്ന് ഡിന്നർ റെഡിയാക്കുവാനായി വിളിച്ചു വരുത്തിയതാണ്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് തയ്യാറാക്കാറുള്ളത്. ദേവ് പാറുവിനോടായി പറഞ്ഞതും അവരെ നോക്കി ചിരിച്ചു. വിളിച്ചത് ബുദ്ധിമുട്ടായോ? അവൻ ശാന്തിയോടായി ചോദിച്ചതും അവർ ഇല്ല എന്ന് ഉടനെ പറഞ്ഞു. ഓക്കെ, ഡിന്നർ ചപ്പാത്തി മതി. എന്തെങ്കിലും വെജിറ്റബിൾ കറിയും പോരെ ബേബി? അവൻ ചോദിച്ചതും പാറു ഒന്ന് ചിരിച്ചു. ആൻഡ് ശാന്തി, ദിസ് ഈസ് പാർവതി, മൈ ഗേൾ. ഇനി മുതൽ ഇവിടെ ഉണ്ടാകും. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവരുടെ കണ്ണുകൾ വിടർന്നു. സൂര്യ തൻ്റെ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് എവിടെയോ പോകാൻ റെഡിയായി നിൽക്കുന്ന തൻ്റെ അച്ഛനെയും അമ്മയെയുമാണ്. സൂര്യ, നീയോ? ഇതെന്താ പെട്ടെന്നൊരു വരവ്? നിനക്ക് സുഖമില്ലേ മോനെ? നിന്റെ മുഖമെന്താ വല്ലാതെ? അവനെ അവിടെ കണ്ട ഞെട്ടലിൽ നിന്നും മുക്തയായി ധനലക്ഷ്മി അവനരികിലേക്ക് വേഗം ചെന്നുകൊണ്ട് തിരക്കി. അമ്മ, ഒന്ന് നിർത്തി ചോദിക്കേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെന്താ, പറഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാനെന്നുണ്ടോ? മറ്റെന്തൊക്കെയോ ചിന്തയിലായിരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ചോദ്യത്തിൽ അല്പം അമർഷമുണ്ടായിരുന്നു. സൂര്യ! ദേഷ്യത്തോടെ ലക്ഷ്മണൻ വിളിച്ചു. നിനക്കെന്താ? നിന്റെ അമ്മയാ അത്. അയാളുടെ ചോദ്യത്തിന് ഇങ്ങനെയാണോ മറുപടി നൽകേണ്ടത്? അപ്പോഴാണ് അവൻ ധനയെ കാണുന്നത്. അവരുടെ വിളറിയുള്ള നിൽപ്പും കണ്ടതും സൂര്യയ്ക്ക് എന്തോ പോലെ തോന്നി. സോറി അമ്മ, ഞാനാകെ ടയേർഡാണ്. പെട്ടെന്നെന്തോ. അത് വിട്, നിങ്ങളിത് എങ്ങോട്ടാ പോകാൻ നിൽക്കുന്നേ? നീ അറിഞ്ഞില്ലേ, നീരജമോളുടെ അച്ഛൻ വയ്യാതെ ഹോസ്പിറ്റലാണ്. ഇല്ല. മോളുടെ കാര്യം കഷ്ടാണ്. അദ്ദേഹത്തിന് വയ്യെന്നറിഞ്ഞ് ചേച്ചിയും സുഖമില്ലാതായി അവിടെ അഡ്മിറ്റാണ്. പിന്നെ അവളുടെ അങ്കിളും മറ്റും ഉള്ളത് കൊണ്ട് പേടിക്കാനില്ല. ഈ സമയം അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദേവിൻ്റെ പ്രസൻസ് ആയിരിക്കും. പക്ഷേ വിധി മറ്റൊന്നല്ലേ. ആ കുട്ടി ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പിടിച്ചു നിൽക്കുന്നത്. അത്രയ്ക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അവൾ ദേവിനെ. ഒരു നെടുവീർപ്പോടെ ധന പറഞ്ഞു നിർത്തിയതും സൂര്യയ്ക്ക് ദേവിനെയാണ് ഓർമ്മ വന്നത്. നല്ല ദേഷ്യം തോന്നി അവന്. നീ വരുന്നുണ്ടോ മോനെ? ലക്ഷ്മണൻ ചോദിച്ചതും അവൻ അയാളെ ഒന്ന് നോക്കി. ഞാനൊന്ന് ഫ്രഷായിട്ട് പോയി കണ്ടോളാം അപ്പ. അവൻ പറഞ്ഞതും പിന്നെ മറ്റൊന്നും പറയാതെ അവർ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. എന്തിനാണ് നീരജ നീ ഇങ്ങനെ കാത്തിരിക്കുന്നത്? നീ പ്രാണനെ പോലെ കരുതുന്നവന് നിന്റെ ഓർമ്മ പോലും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ പ്രണയം ഇപ്പോൾ മറ്റൊരുവളുടെ പുറകെയാണ്. അവൻ നീരജയോടെ എന്ന പോലെ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു. കാശിയേട്ടാ, ജസ്റ്റ് ഷട്ടപ്പ്. അവൻ പറഞ്ഞതും പാറു അവനെയും മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളിലേക്കും ദയനീയമായി നോക്കി. അവളെയും കൊണ്ട് മോളിലേക്ക് വന്നതാണ് കാശി. ആദ്യം തന്നെ ഡ്രസ്സ് എടുക്കാനാണ് കയറിയത്. വേണ്ട എന്ന് പാറു ഒത്തിരി പറഞ്ഞിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവനായി തന്നെ കുറേ സെലക്ട് ചെയ്ത് വെച്ചു. സൽവാർ സൂട്ട്, അനാർക്കലി, പലാസോ, സ്കേർട്ട്സ് തുടങ്ങി കുറേ അവൻ വാങ്ങിക്കൂട്ടി. പിന്നെ 2 സാരിയും കൂടി എടുത്തുകൊണ്ട് അവൻ പാറുവിനെ നോക്കി. മുഖമൊക്കെ വല്ലാതായിട്ടുണ്ട് അവളെ. അത് കണ്ടെങ്കിലും അവൻ അതിനെ മൈൻഡ് ചെയ്തില്ല. ബേബി, ഇന്നേഴ്സ് വേണ്ടേ?
അവൻ്റെ ചോദ്യം കേട്ടതും പാറു അവനെ മിഴിച്ചു നോക്കി. ഇന്നർസെക്ഷൻ അവിടെയാണ് സാർ. സെയിൽസ് ഗേൾ ഒരു ചിരിയോടെ പറഞ്ഞതും പാറു അവളെ നോക്കിയൊന്ന് ചമ്മി ചിരിച്ചു. വാട്ട്? ഇനി അതും ഞാൻ സെലക്ട് ചെയ്യണോ? അവൻ്റെ ചോദ്യം കേട്ട് പാറു സ്വയം നെറ്റിയിലടിച്ചു. വാ. അവളുടെ കയ്യും പിടിച്ചവൻ അവിടേക്ക് നടന്നതും പാറു എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു. മാം, സൈസ്? ആ കുട്ടി ചോദിച്ചതും പാറു കാശിയെ നോക്കി. പക്ഷേ അവൻ ഫോണിൽ ആർക്കോ മെസ്സേജ് ചെയ്യുകയാണ്. സ്ട്രാപ്ലെസ് ആയിട്ടുള്ളത് കൂടി എടുക്ക്. പെട്ടെന്ന് അവൻ അവിടെ നിൽക്കുന്ന കുട്ടിയോട് പറഞ്ഞതും പാറു പൂർത്തിയായി എന്ന കണക്കിന് വല്ലാത്ത ചമ്മലോടെ അവനെ നോക്കി. കാശിയേട്ടാ, ഞാൻ വാങ്ങിയിട്ട് വരാം, ഏട്ടൻ അവിടെ ഇരുന്നു. വൈ? തിരികെയുള്ള അവൻ്റെ ചോദ്യത്തിൽ പാറു പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. എന്തിനാ വെറുതെ ചോദിച്ച് വാങ്ങുന്നത്? ഷേപ്പ് വെയേഴ്സ് ഉൾപ്പെടെ വാങ്ങിയിട്ടാണ് അവർ അവിടെ നിന്നും ഇറങ്ങിയത്. കുറേയേറെ നേരം അവിടെ ചെലവഴിച്ച ശേഷമാണ് അവർ തിരികെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയത്. സൂര്യ ഹോസ്പിറ്റലിൽ ചെന്ന് നീരജയുടെ അച്ഛനെ കണ്ട് അവളെയും ഒന്ന് കാണാൻ വേണ്ടി അവളുടെ അമ്മ കിടക്കുന്ന മുറിയിലേക്ക് നടക്കുകയാണ് അവൻ. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്. തന്നെ കണ്ടാൽ അവൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അവനറിയാം. പക്ഷേ അതിനുള്ള മറുപടിയാണ് തന്നിലില്ലാത്തത്. റൂമിന് മുന്നിലെത്തിയതും എന്തോ ഒരു നിമിഷം ചിന്തിച്ച ശേഷം അവൻ ഡോർ തുറന്നു. സൂര്യ? അമ്മയോടൊപ്പം ഇരുന്ന നീരജ അവനെ കണ്ടതും വിശ്വാസം വരാത്തതുപോലെ വിളിച്ചു. നീരജയുടെ ക്ഷീണിച്ച മുഖം കണ്ടതും അവൻ എന്തോ പോലെയായി. അപ്പോഴെല്ലാം അവളുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ അവൻ്റെ പിന്നിലേക്ക് പാഞ്ഞു. അവളുടെ മാത്രം ദേവിനായി. തൻ്റെ പിന്നിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നതും പിന്നെ ആ കണ്ണുകൾ മങ്ങുന്നതും അത് കണ്ടതും സൂര്യയ്ക്ക് അവളോട് സഹതാപം തോന്നി. ഇല്ല അല്ലേ? ഒരു വിഷാദ ചിരിയോടെ നീരജ് ചോദിക്കുമ്പോൾ വെറുതെ തലചലിപ്പിക്കാൻ മാത്രമേ അവനായുള്ളൂ. സാരില്ല, അവനിപ്പോൾ എൻ്റെ പഴയ ദൈവമല്ലല്ലോ. ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കാൻ അവൻ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ കാത്തിരുന്നോളാം. എനിക്കറിയാം, അധികം വൈകാതെ തന്നെ അവൻ എൻ്റെ അരികിലേക്ക് വരും. നീരജ. സ്വയം ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നവളെ സൂര്യ ഒരു വേദനയോടെ വിളിച്ചു. ഛേ, എൻ്റെ ഒരു കാര്യം, നീ അമ്മയെ കാണാൻ വന്നിട്ട് ഓരോന്ന് പറഞ്ഞ് നിന്നെ കൂടി ഞാൻ. അല്ലെങ്കിലും ദേവിൻ്റെ കാര്യം വന്നാൽ ഞാൻ പിന്നെ എല്ലാം മറക്കും. നീ വാ. അമ്മ മയക്കത്തിലാണ്. കുറച്ചു മുന്നേ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, അതിൻ്റേതായ ഒരു മയക്കം. അതിന് അവൻ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് മൂളി. പിന്നെ നീ പറയേ, നീ വന്നതേ ഉള്ളൂ. ദേവ്, അവന് സുഖമല്ലേ? വീണ്ടും അവൾ അവനിലേക്ക് തന്നെ എത്തി. അവൾ എന്ത് പറഞ്ഞാലും അത് ചെന്ന് അവസാനിക്കുന്നത് ഒന്നിലായിരുന്നു, ദേവ്. ദേവും പാറുവും തിരികെ എത്തുമ്പോൾ ഏകദേശം സന്ധ്യയായിരുന്നു. അവരുടെ ഫ്ലാറ്റിലെത്തിയതും അതിനു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് പാറുവിൻ്റെ കണ്ണുകൾ വിടർന്നു. കണ്ണുകൾ നിറഞ്ഞു. ആ, നിങ്ങൾ എത്തിയോ? ഞാൻ നിന്നെ കോൾ ചെയ്യാൻ പോവുമായിരുന്നു. അവരെ കണ്ടതും ആദി പറഞ്ഞു. അവൻ്റെ അരികിലായി ക്രിസ്റ്റിയും അമ്മുവും ഉണ്ട്. അമ്മു തന്നെ കണ്ട് മിഴികൾ നിറച്ച് നിൽക്കുന്നവളെ നോക്കി കൈകൾ വിടർത്തി പിടിച്ചു. അത് കണ്ടതും ചിരിയോടെ അവളെ ചെന്ന് ഇറുകെ പുണർന്നു. അപ്പോഴേക്കും എന്തുകൊണ്ടോ പാറുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആദി അടുത്തു നിന്ന് ക്രിസ്റ്റിയെ തോളുകൊണ്ട് തട്ടി ദേവിനെ നോക്കാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു. ക്രിസ്റ്റി നോക്കിയതും കാണുന്നത് കണ്ണുകൾ കൊണ്ട് അമ്മുവിനെ കൂർപ്പിച്ചു നോക്കുന്നതാണ്. അത് കണ്ടതും അവനൊന്ന് ചിരിച്ചുപോയി. അമ്മു ആകട്ടെ ഇതൊന്നും അറിയുന്നത് കൂടിയില്ല. അമ്മു, ഞാൻ ശരിക്കും പേടിച്ചു പോയിടി, നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോൾ. ഒരു ഏങ്ങലോടെ അമ്മു പറഞ്ഞതും പാറു അവളിൽ നിന്നും അകന്നു മാറി അവളുടെ കവിളിൽ മെല്ലെ തഴുകി. അതെ, ഇനി അകത്ത് ചെന്നിട്ടാകാം സംസാരം. പാറു, നിന്റെ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി മുതൽ മോൾ അവിടെ ഉണ്ടാകില്ലെന്ന് പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത് തുടർന്നാൽ ചെക്കൻ കലിപ്പാകുമെന്ന് മനസ്സിലായതും ആദി ഇടയിൽ കയറി പറഞ്ഞതും പാറു ചെറിയ ചിരിയോടെ അവനെ നോക്കി. പാറു, അമ്മുവിനെയും കൂട്ടി റൂമിലേക്ക് പോയിക്കോ. ക്രിസ്റ്റി പറഞ്ഞതും അവൾ ദേവിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. ദേവ് കണ്ണുകൾ ചിമ്മിക്കാട്ടിയതും അവൾ അമ്മുവുമായി റൂമിലേക്ക് നടന്നു. നീ പറഞ്ഞതുപോലെ ഡയാനയുടെ പുറകിൽ റിയ തന്നെയാണ്. എന്തൊക്കെയോ അവർ പ്ലാൻ ചെയ്തിരുന്നു. ഇതിൻ്റെ എല്ലാം അവസാനം പാറുവിനെ ഹോസ്റ്റലിൽ നിന്നും എന്നേക്കുമായി പുറത്ത് ചാടിക്കുക എന്ന് മാത്രമായിരുന്നു. ആദ്യം പറഞ്ഞു നിർത്തിയതും ദേവ് ഗൗരവത്തിലൊന്നും മൂളിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ആ, പിന്നെ സാന്ദ്ര, അവളുടെ റീസൺ ജിഷ്ണു ആണ്. അവന് പാറുവിനോടുള്ള താല്പര്യം. കൂടാതെ നീയും. നിങ്ങൾക്ക് രണ്ടുപേർക്കും പാർവതിയെ കിട്ടാതിരിക്കാൻ അവൾ കണ്ടെത്തിയ മാർഗമാണ് വിവാഹം. ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു നിർത്തി.
എല്ലാം കേൾക്കും തോറും അവൻ്റെ ഞരമ്പ് വലിഞ്ഞു മുറുകി. പിന്നെ ഒന്നുകൂടി. എന്തോ ഓർത്ത പോലെ ക്രിസ്റ്റി പറഞ്ഞതും ദേവ് അവനെ നോക്കി. സൂര്യ, അവൻ നാട്ടിലേക്ക് പോയി. അതിന് പുച്ഛത്തോടെയുള്ള ചിരിയായിരുന്നു ദേവിൻ്റെ മറുപടി. ദേവ്! കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആദി വിളിച്ചതും ദേവ് അവനെ നോക്കി. എടാ, സൂര്യ പറയുന്നത് നീ അങ്ങനെ തള്ളിക്കളയണ്ട. നിന്റെ ഫാമിലി ഇതറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിനക്കതൊന്നും വിഷയമല്ലായിരിക്കും. പക്ഷെ പാറു, അവളൊരു പാവം പെണ്ണാണ്. അവൾക്കതൊക്കെ താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ നാട്ടിലേക്ക് പോയ സ്ഥിതിക്ക് എന്തായാലും പാറുവിനെ പറ്റി നിന്റെ പാരൻസിനോട് പറയാതെ ഇരിക്കില്ല. ആക്ച്വലി നിന്റെ മനസ്സിൽ എന്താണ്? പാറു ഇനി മുതൽ ഇവിടെയാണെന്ന് നീ പറഞ്ഞു. പക്ഷേ ഒരു ലിവിങ് റിലേഷൻ നീ പറയും പോലെ അത്ര എളുപ്പമാകില്ല ഇവിടെ. അവളൊരു പെൺകുട്ടിയാണ്. നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. ഒരു പ്രോബ്ലം വരുമ്പോൾ ആദ്യം അവർ വിരൽ ചൂണ്ടുന്നത് പാറുവിലേക്കായിരിക്കും. നീ ഒന്നും കാണാതെ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടില്ല എന്നറിയാം. പക്ഷെ ഒന്നുണ്ട്, നീ എന്ത് ചെയ്യുമ്പോഴും നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരു പെണ്ണുണ്ടെന്ന് ഓർക്കണം. ആദ്യം പറഞ്ഞു നിർത്തിയതും ദേവ് അവനെ ഒന്ന് നോക്കി. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വാക്കുകളേക്കാൾ പ്രവൃത്തിയിലൂടെ നൽകുന്നതായിരിക്കും ഉചിതം. ഒന്ന് മാത്രം പറയാം, പാർവതി, ഷീ ഈസ് മൈ ലൈഫ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് നടന്നു. എന്നാലും നിന്റെ ചെറിയമ്മയ്ക്ക് ഭ്രാന്താണോ? അവർക്കും ഇല്ലേ 2 പെൺമക്കൾ? പാറു പറഞ്ഞ് എല്ലാം കേട്ട് കഴിഞ്ഞതും അമ്മു ദേഷ്യത്തോടെ ചോദിച്ചു. പക്ഷേ ഞാൻ അവരുടെ മകളല്ലല്ലോ. നിർവികാരതയോടെ പാറു പറഞ്ഞതും അമ്മു അവളെ സങ്കടത്തോടെ നോക്കി. നിന്റെ ചേച്ചി എന്ന് പറയുന്നവൾ പറഞ്ഞിട്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ശീതൽ ചേച്ചി വന്ന് നിന്നെപ്പറ്റി തിരക്കുന്നത്. ചേച്ചി അവരുടെ ക്ലാസ്സിലാണല്ലോ. മിക്കവാറും ആ സാന്ദ്ര വിചാരിച്ച് കാണും ദേവിചേട്ടൻ നിന്നെ അങ്ങോട്ടായിരിക്കും കൊണ്ടുവരുന്നതെന്ന്. എന്തായാലും സാന്ദ്രയെ എനിക്കൊന്ന് കാണണം. വേണ്ട അമ്മു, ഇനി എൻ്റെ പേരിൽ ഒരു പ്രശ്നവും വേണ്ട. പാറു പറഞ്ഞതും അമ്മു അവളെ ദേഷ്യത്തിൽ നോക്കി. ഇതാ നിന്റെ കുഴപ്പം. നീ ഒന്നിനും പ്രതികരിക്കാതിരുന്നത് കൊണ്ടാണ് അവർ നിന്നെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്നത്. പിന്നെ ബേബി, വീണ്ടും അമ്മു ദേഷ്യത്തിലെന്തോ പറയാൻ വന്നതും ദേവ് അങ്ങോട്ടേക്ക് വന്നു. കം. അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നതും അവർ പിന്നെ അധികം സംസാരിക്കാൻ നിൽക്കാതെ ലിവിംഗ് റൂമിലേക്ക് നടന്നു. മനോഹരമായ ബീച്ച് ഹൗസിന് മുന്നിൽ നിൽക്കുമ്പോൾ താൻ വിചാരിച്ച കാര്യം ഏത് വിധേനയും നടത്തിയെടുക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു. കോളിംഗ് ബെൽ അടിച്ച കുറേ നിമിഷങ്ങൾ കഴിഞ്ഞാണ് വാതിൽ തുറന്നത്. തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ സൂര്യൊന്ന് നോക്കി. തന്നെ കണ്ടിട്ട് യാതൊരു ഭാവവ്യത്യാസവും അവനിലില്ല. പക്ഷേ അവനിൽ ഒരുപാട് മാറ്റമുണ്ട്. ദേവിൻ്റെ ജഗൻ. സദാസമയവും ദേവിൻ്റെ ഒപ്പം ഒരു പുഞ്ചിരിയോടെ നടന്നിരുന്നവനെ സൂര്യ ഓർത്തു. ഇന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവൻ്റെ നിഴൽ രൂപം മാത്രമാണെന്ന് തോന്നും. ഇനിയുള്ള തൻ്റെ പ്രതീക്ഷ ഇവൻ മാത്രമാണ്. ദേവ്, അവൻ നീരജയ്ക്കുള്ളതാണ്. ഒരു പാർവതിയും അവനെ സ്വന്തമാക്കില്ല.